ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 42 മുതൽ 48 വരെയുള്ള കരുണയുടെ ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ സൗഖ്യം തന്നെയായ ക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത്. മുറിവേറ്റ ക്രിസ്തുവിൻ്റെ അകം മുഴുവൻ സൗഖ്യമായിരുന്നു. അവൻ സ്പർശിച്ചവരും സൗഖ്യം പ്രാപിച്ചു. നീണ്ട 12 വർഷം നീറ്റലും അലച്ചിലുമായി നടന്ന സ്ത്രീ അവൻ്റെ വസ്ത്രവിളമ്പിൽ പോലും സൗഖ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഉലകം മുഴുവൻ ഹൃദയമുള്ളവനാണല്ലോ ഈ മുറിവേറ്റ ക്രിസ്തു. രക്തസ്രാവ സ്ത്രീയുടെ അരികിലായിരുന്നപ്പോൾ അവൻ്റെ ഹൃദയം വസ്ത്രവിളമ്പിലൂടെ ഒഴുകി. അവളുടെ 2 പ്രത്യേകതകളാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, ജനക്കൂട്ടത്തിൻ്റെ മറവിൽ മുറിവേറ്റ ക്രിസ്തുവിൻ്റെ വസ്ത്രവിളമ്പിൽ തൊടാൻ ശ്രമിച്ച അവളുടെ വേദനയിൽ അപകർഷതയും അവഗണനയും സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത്, പഴയ നിയമത്തിൽ രക്തമെന്നാൽ ജീവൻ്റെ ഉറപ്പിടമാണ്. ഒന്നോർത്താൽ നമ്മുടെ ജീവിതത്തിലും രക്തം ചോർന്നു പോകുന്നത് പോലെ ചൈതന്യം ചോർന്നു പോകുന്ന ഓരോ ജീവിതാനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അവളുടെ ജീവിതത്തിലും എല്ലാം തകർന്ന അവസ്ഥ, എല്ലാം തീർന്ന അവസ്ഥ. ഇനി യേശുവിൽ മാത്രമേ രക്ഷയും ജീവനുമുള്ളൂ. സൗഖ്യം പ്രാപിക്കാൻ ആഴമായ വിശ്വാസത്തോടെ അവൾ വസ്ത്രവിളമ്പിൽ തൊട്ടതിൻ്റെ ഓർമ്മ. ഇതിൻ്റെ എല്ലാം മൗന നൊമ്പരങ്ങളാണല്ലോ നാം അനുഭവിക്കുന്ന. തലയിൽ തൊട്ടാൽ അനുഗ്രഹമായും, താടിയിൽ തൊട്ടാൽ വാത്സല്യമായും, കവിളിൽ നുള്ളിയാൽ കുസൃതി കലർന്ന സ്നേഹമായും, ചെവിയിൽ സ്പർശിച്ചാൽ ശാസനയായും മാറുന്ന സ്നേഹം. എല്ലാം മുറിവേറ്റ ക്രിസ്തുവിൻ്റെ സൗഖ്യം തന്നെ. നമുക്കും സ്ഥിരമായ പ്രത്യാശയുണ്ടെങ്കിൽ ജീവിതത്തിൽ സൗഖ്യവും രക്ഷയും നൽകാം. സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ തീരത്തേക്ക് നമുക്ക് നീങ്ങാം. മുറിവേറ്റ ക്രിസ്തു നമുക്കും രക്ഷയും സൗഖ്യവും നൽകട്ടെ. ആഗതമാകുന്ന ഓശാന തിരുനാളിൻ്റെയും സന്തോഷത്തിൻ്റെ ദിനമായ ഈസ്റ്ററിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും നേർന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.